സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിനേക്കാൾ വലിയ സ്കോളർ ഇല്ല. അപ്പോൾ ഇല്ല, നിങ്ങൾക്ക് ഏത് കാര്യവും നിങ്ങൾക്ക് അറിയാം. ലേബലുകളുടെ ബാധ്യത ഇല്ലാതെ ഉള്ള എൻഗേജ്മെൻറ്റ്സ് ആണ് സത്യത്തിലുള്ള ഈ പറഞ്ഞ മാർക്സ് വായനകളൊക്കെ. പക്ഷെ കേരളത്തിൽ വെച്ചാൽ അങ്ങനെ ലേബൽ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. ഫൂക്കോനെ നിങ്ങൾ പോസ്റ്റ് മോഡേണിസ്റ്റ് ആയിട്ട് അങ്ങ് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫൂക്കോനെ നിങ്ങൾക്ക് വായിക്കേണ്ട കാര്യമില്ല. ലേബലിംഗ് ഇസ് എൻ എക്സ്ക്യൂസ് ഫോർ നോട്ട് റീഡിങ് സംതിങ് എന്ന് പറയുന്ന പോലെയാണ്. പിന്നെ അത് വായിക്കണമായിരുന്നു. അൽത്തൂസറിയൻ റീഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ ഇപ്പോഴും സത്യത്തിൽ ഞാൻ പറയാച്ചാൽ ആ ഒരു ഇത്തിരി അപകടമുള്ളൊരു സംഗതിയായിട്ടും സംശയത്തോടെയാണ് ഇപ്പോഴും നോക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം. അത് ഞാൻ വേറെ ഈ വർക്കിംഗ് ഡേ എന്ന് പറയുന്ന മാർക്സിൻ്റെ ഈ ചാപ്റ്ററിൽ, ക്യാപിറ്റലിൻ്റെ ചാപ്റ്ററിലെ വർക്കിംഗ് ഡേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സാധനങ്ങൾ. ഒരു പ്രവൃത്തി ദിവസം എന്ന് പറയുന്ന ഇന്നത്തെ രീതിയിൽ നോക്കുന്നത് എങ്ങനെയായിരിക്കും? മധു പറഞ്ഞ 19ാം നൂറ്റാണ്ടിന്റെ ചിന്തകനാണെന്ന് ഫൂക്കോയുടെ നിരീക്ഷണം. അതെ അതെ അതെ. അപ്പൊ ഫൂക്കോയുടെ നിരീക്ഷണം അങ്ങനെയുള്ളപ്പോൾ തന്നെ ഫൂക്കോ മാർക്സിനെ തള്ളിക്കളയുന്ന ഒരു ചിന്തകനല്ല. തീർച്ചയായിട്ടും അല്ല അല്ല അല്ല. അപ്പൊ അത്തരം സംഭവങ്ങൾ പക്ഷേ ഇവിടെ പലപ്പോഴും ഇത് വരുമ്പോഴത്തേക്ക് കേരളത്തിന്റെ ഒരു പ്രത്യേക പരിസരത്തിൽ വരുമ്പോഴത്തേക്ക് ഫൂക്കോ നേരെ മാർക്സിനെതിരാണ്. അതിനെ എങ്ങനെ ഒരു ഈ പുസ്തകത്തിന്റെ എഡിറ്റർ എന്നുള്ള നിലയിലെന്ന് മാത്രമല്ല, ഈ ഫിലോസഫികളുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ കേരളത്തിന്റെ ഈ ഒരു പരിസരത്തെ എങ്ങനെ കാണുന്നുണ്ട്? കേരളത്തിൽ എനിക്ക് തോന്നുന്ന ചിന്തയുടെ ഏറ്റവും വലിയൊരു ദുശ്ശീലം എന്ന് പറയുന്നത് ഈ ലേബലിംഗ് ആണ്. നിങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒരു ഇതായിട്ട് എനിക്ക് ഇപ്പം തോന്നുന്നത് പോസ്റ്റ് മോഡേണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ലേബലുണ്ട്. ഇതെന്താ സത്യത്തിലെന്ന് ആർക്കും അറിയാം. ഇപ്പം അതിനെ ചുരുക്കിയിട്ട് പോമോ എന്നൊക്കെ അല്ലേ. കാരണം അത് ഇപ്പം ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഫൂക്കോനെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ എന്താണ് ഈ മോഡേണിസം എന്ന് പറഞ്ഞാൽ ഇതിനെ പറ്റിയോ മറ്റോ പറഞ്ഞ കൂട്ടത്തിൽ വാസ്തവത്തിൽ എനിക്കറിയില്ല ഇത് എന്താണെന്ന് ചോദിക്കുന്നത്. അതുപോലെ ഇവർക്കാർക്കും അറിയില്ലായിരിക്കും ചിലപ്പോൾ ഇത് എന്താണെന്ന്. ഫൂക്കോനോട് ചോദിച്ചാൽ ഫൂക്കോ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നും പോസ്റ്റ് മോഡേണിസ്റ്റ് എന്നുള്ള ചോദ്യം. അത് സത്യത്തിൽ നിസാർ പറയാറുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ക്ലാസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഇംഗ്ലീഷുകാർ പുസ്തകങ്ങൾ എഴുതിയപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് പോസ്റ്റ് മോഡേണിസം, ഇത് മോഡേണിസം, ഇത് പോസ്റ്റ് മോഡേണിസം, അങ്ങനെ മാത്രം ഒരു സാധുതയുള്ള ഒരു സംഗതിയായിരിക്കും ഈ ലേബൽസ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഒരാളെ പോസ്റ്റ് മോഡേണിസ്റ്റ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ സത്യത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ചില സൗകര്യങ്ങളുടെ പേരിൽ ഉണ്ടാക്കുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്. അല്ലാണ്ട് ഫൂക്കോനെ നിങ്ങൾ പോസ്റ്റ് മോഡേണിസ്റ്റ് ആയിട്ട് അങ്ങ് ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫൂക്കോനെ നിങ്ങൾക്ക് വായിക്കേണ്ട കാര്യമില്ല. ലേബലിംഗ് ഇസ് എൻ എക്സ്ക്യൂസ് ഫോർ നോട്ട് റീഡിങ് സംതിങ് എന്ന് പറയുന്ന പോലെയാണ്. പിന്നെ അത് വായിക്കണമായിരുന്നു. അങ്ങനെയുള്ള സൗകര്യം അതിൻ്റെ മുകളിലാണ് ഇവിടുത്തെ ഡിസ്കഷൻസ് മുഴുവൻ. അതിപ്പോൾ പബ്ലിക് മറ്റേതിലൊക്കെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ വാക്കുകൾ ഉപയോഗിക്കുകയും ഒരു ശകാരപദം പോലെയാണ് ഇത് മറ്റേതാണ്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിന്നിട്ട് മാത്രമേ ഒരു അർത്ഥമുള്ള ഒരു സാർത്ഥകമായിട്ടുള്ളൊരു വായന നടക്കൂ എന്നാണ് ഞാൻ തോന്നുന്നത്. ഈ ലേബലുകൾ പരമാവധി ഒഴിവാക്കിയിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എനിക്ക് തോന്നുന്നു. ലേബലുകളുടെ ബാധ്യത ഇല്ലാതെ ഉള്ള എൻഗേജ്മെൻറ്റ്സ് ആണ് സത്യത്തിലുള്ള ഈ പറഞ്ഞ മാർക്സ് വായനകളൊക്കെ. പക്ഷെ കേരളത്തിൽ വെച്ചാൽ അങ്ങനെ ലേബൽ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഇപ്പോഴും ഒരു ഓർമ്മയുണ്ട്, എം ഗോവിന്ദൻ എനിക്ക് തോന്നുന്നത് 83 മറ്റോ ആണെന്ന് തോന്നുന്നത് മാർക്സിന്റെ ഈ ഒരു സെന്റിനറിയിൽ അദ്ദേഹം അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, മാർക്സിനെ കോട്ട് ചെയ്യാതെ ഒരക്ഷരം മലയാളത്തിൽ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട്. പക്ഷേ ഈ കോട്ട് ചെയ്യണത് മുഴുവൻ വേറൊരാളിനെ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മാർക്സിന്റെ മനസ്സിലാക്കലല്ല. അങ്ങനെ ഒരു ഇത് സഹിക്കോ ചെയ്യാതായിരിക്കും മാർക്സ് ചിലപ്പോൾ ഞാനൊരു മാർക്സിസ്റ്റ് അല്ല ഈ ലേബലിന്റെ ഉള്ളിൽ കിടന്ന് ശ്വാസം ഉണ്ടല്ലോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നെങ്കിൽ. നമ്മുടെ സോക്കാൾഡ് അല്ലെങ്കിൽ പ്രയോഗത്തിന്റെ ഭാഗമായി വന്ന പോളമിക്സ് മാത്രമല്ല, നമ്മുടെ ഈവൻ ചില അക്കാഡമിക്സ് എന്ന് പറയുന്ന കക്ഷികൾ പോലെ ഈ നിലയിലാണ് ഈ കാര്യത്തിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് അക്കാഡമിക് പിന്നെ ഈ സംവാദങ്ങളിലും ഒക്കെ ഇത് വലിയ ഇതായിട്ട് മാറുന്നുണ്ട്. അതെന്നാൽ അത് പരിമിതപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഒരു കാര്യത്തെ സമീപിക്കുന്നതിന് ഈ ലേബലുകൾ വല്ലാതെ അതിനെ ചുരുക്കി കളയുന്നു. അതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതെന്താണെന്ന് മനസ്സിലാക്കാതിരിക്കുന്നതിനുള്ളൊരു എക്സ്ക്യൂസായിട്ട് ആ ലേബൽ പലപ്പോഴും ഈ ലേബലിംഗ് നടക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വരുന്ന ഈ പുസ്തകമായിട്ട് തന്നെ വരുന്ന ഒരു വിഷയം, നമ്മൾ ആഫ്രോ ഏഷ്യൻ ഇതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ 2 സാധനങ്ങൾ എനിക്ക് തോന്നിയ ഇതിൻ്റെ ഉള്ളടക്കത്തിൽ ഫെമിനിസം,
അത് വേണ്ട നിലയിൽ ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മേരി ജോണിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, മേരി ജോണും മിനി സുകുമാരനും നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് ഇപ്പം ഫെമിനിസ്റ്റ് ചിന്തകളുടെ ഒരു പല നിലയിലുള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പം ഷീല റൊബോസം മുതലുള്ള ഒരു സോഷ്യലിസ്റ്റ് ഫെമിനിസം, ഇപ്പം അവർ വേറെ പുതിയ തരത്തിലുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധനം. പിന്നെ രണ്ടാമതൊരു സാധനം എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത് ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് വന്നിട്ടുള്ള സാധനം എക്കോളജിക്കൽ മാർക്സിസമാണ്. അതിൻ്റെയും ഒരു വലിയ അഭാവം ഇതിൽ കാണുന്നുണ്ട്. ഇത് രണ്ടും അതിൽ ഉണ്ട്. ആദ്യത്തെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ആ ഒരു ഇപ്പം ഫെമിനിസം എന്നുള്ള ആ ഒരു പ്രസ്ഥാനവും ആ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഗതികൾ, അതിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള റീഡിങ് അത് ഇതിൽ വന്നിട്ടില്ല അധികം. പക്ഷേ ഇപ്പം ഈ അതിൻ്റെ കണ്ടൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പല സംഭാഷണങ്ങളിൽ ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാനും നിസാറും തമ്മിൽ നടത്തിയ സംഭാഷണത്തിലൊക്കെ ഈ മേഖലയിലേക്ക് പോകുന്ന ആലോചനകൾ അതിലുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അധ്വാനം എന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നതും ഇപ്പോൾ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അധ്വാനം ആയിട്ടുള്ള ബന്ധം എന്തായാലും, അല്ലെങ്കിൽ വീട്ടുജോലി എന്ന് പറയുന്നത്, സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മാർക്സിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതിനെയൊക്കെ കാണുക എന്നുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അത് ക്രിട്ടിക്കലായിട്ട് അതിനെ നോക്കുക എന്നുള്ള ശ്രമമൊക്കെ അതിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നേരെ മറിച്ച് ഈ പറഞ്ഞ പോലെ അതിൻ്റെ പുതിയ ഭാവങ്ങളും അതിൻ്റെ പുതിയ തരത്തിലുള്ള എക്സ്പ്രഷൻസ്, പുതിയ സൈദ്ധാന്തികമായിട്ടുള്ള നീക്കങ്ങൾ, അതൊന്നും വേണ്ടത്ര അതിൽ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പ്രത്യേകിച്ച് ഇക്കോളജിക്കൽ മാർക്സിസം പോലെയുള്ള മേഖലകളിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ശരിയാണത്. അങ്ങനെയുള്ള ഒരുപാട് പരിമിതികളും കൂടിയുള്ള ഒരു പുസ്തകമാണ്. സത്യത്തിൽ ആ പരിമിതികൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ പുസ്തകം ഇറങ്ങുമായിരുന്നില്ല. പല മേഖലകളിൽ അതിന് പലതും ഒഴിവാക്കിയിട്ട് മാത്രമേ ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നമാണ്. പക്ഷെ ആ കൺസേൺസ് വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത്. അതിൻ്റെ പിന്നെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ആ കൺസേൺസ് മുഴുവൻ ഇതിൻ്റെ. ഇപ്പം നേരത്തെ മധു പറഞ്ഞ വേറൊരു കാര്യം, ഇപ്പം മാർക്സിസം മറ്റേ കലാവിമർശം അത് ഒരേ തരത്തിലൊരു ട്രിഗറായിരുന്നു. ആ സമയത്ത് വളരെയധികം ഇത് ചർച്ച ചെയ്യുകയും വായിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കൺവെൻഷണൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഓർത്തഡോക്സ് കക്ഷികളെ തന്നെ ആ നിലയിൽ ഇപ്പം ഇതിനെ ഈ പുസ്തകത്തിൻ്റെ അങ്ങനെ ഒരു സ്വാധീനത്തെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഇത് തോന്നുന്നുണ്ടോ? അതോ ഇപ്പോൾ പറഞ്ഞതുപോലെ 10 വർഷം കഴിയുമ്പോൾ ഒരു പുതിയ എഡിഷൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴാണത് വായിക്കപ്പെടുന്നതെന്ന് പറയുന്ന ഒരു നിലയിലൊക്കെ ഉള്ളൊരു സാധനത്തേക്ക് വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഇപ്പോൾ ഈ കലാവിമർശനത്തിൻ്റെ ഒരു സ്വാധീനം അന്ന് തന്നെ വല്ലാതെ ഉണ്ടായിരുന്നു എന്നാണ്. ഈ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ മേഖലയിലും ഒക്കെ മാർക്സിസവും സാംസ്കാരിക പഠനങ്ങളും എന്നുള്ള ആ മേഖലയിൽ ഇപ്പം വാൾട്ടർ ബെഞ്ചമിനെ പോലുള്ള ആളുകളെ, അല്ലെങ്കിൽ അഡോണോ, ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതി, അക്കാദമികമായിട്ടെങ്കിലും അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി അന്ന് തന്നെ വന്നിട്ടുണ്ട് ഈ ആ പുസ്തകം ഇറങ്ങുന്ന സമയത്ത് തന്നെ. ഇപ്പം എന്ന് വെച്ചാൽ ഓൾറെഡി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പ്രത്യേകിച്ച് ക്യാമ്പസുകളിലും ഈ അക്കാദമിക മേഖലയിലൊക്കെ അതുണ്ട്. പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള ചിന്തകളിലേക്ക് തുറക്കാൻ ഇപ്പോഴും ഒരു വൈമുഖ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ EMS തന്നെ സത്യത്തിൽ അവസാന കാലത്താണ് ഗ്രാംഷിയെ പറ്റിയൊക്കെ ഒരു അറിയുന്നതും വായിക്കുന്നതും എഴുതുകയൊക്കെ ചെയ്യുന്നത്. അത് വളരെ പ്രധാനമാണ് സത്യത്തിൽ. പക്ഷെ അത് വളരെ വൈകിട്ടാണ്. അപ്പോൾ അൽത്തൂസർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ഒരു സംശയത്തോടെയാണ് നോക്കിയിരുന്നത്. കാരണം അത് ഈ സോവിയറ്റ് ഒരു ഓർത്തഡോക്സി അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് സത്യത്തിൽ. അതിനപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണല്ലോ ഇപ്പോൾ ഇവരൊക്കെ. ആ എംപിരിക്കൽ കോഡ് ഇതുവരെ വെട്ടാൻ പറ്റിയിട്ടില്ല. അതെ. അൽത്തൂസറിയൻ റീഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ ഇപ്പോഴും സത്യത്തിൽ ഞാൻ പറയാച്ചാൽ ആ ഒരു ഒത്തിരി അപകടമുള്ളൊരു സംഗതിയായിട്ടും സംശയത്തോടെയാണ് ഇപ്പോഴും നോക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം, ഞാൻ വേറെ. പക്ഷെ അതിനെ എൻഗേജ് ചെയ്യാനൊരു മടി ഇപ്പോഴും. അതായത് നമ്മുടെ വിശുദ്ധിയിൽ ആരോ വെള്ളം ചേരുന്നു എന്നുള്ളൊരു സംഗതി. ഈ അൽത്തൂസറൊക്കെയാണ് ആകെ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരു 2 കാലത്ത് മാസം വളരെ സ്മൂത്തായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സോവിയറ്റ് രീതിയിലുള്ള. പക്ഷെ അത് മുഴുവൻ അപകടത്തിലാക്കി. അതിൽ മുഴുവൻ സംശയങ്ങളും ഒരുപാട് ആവശ്യമില്ലാത്ത കൺഫ്യൂഷൻസൊക്കെ കൊണ്ടുവന്നതിനാകെ എന്തോ അത്. പക്ഷെ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു. പിന്നെ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിൻ്റെ വേറൊരു സംഭവം, ഈ പ്രയോഗിക്കപ്പെട്ട മാർക്സിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സോവിയറ്റ് ഓർത്തഡോക്സി,
അതിനെക്കുറിച്ചിട്ട് ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യുന്ന ഒരു ഉള്ളടക്കവും ഇതിനകത്തില്ല. ഇല്ല, അത് ശരിയാണ്, അത് ശരിയാണ്. അപ്പോൾ വായനകളാണ് കൂടുതൽ ശ്രദ്ധിച്ച് ഈ പറഞ്ഞ അതിൻ്റെ പ്രയോഗങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഈ അപജയങ്ങളെന്നോ തിരിച്ചടികളെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരുപക്ഷെ പരാജയങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാവുന്ന ലേഖനങ്ങളോ പഠനങ്ങളോ അതിൽ ഇല്ല. അത് വളരെ പ്രധാനമായിരുന്നു, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യൻ ഇതിൻ്റെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷെ അത് അപ്പോൾ അതിൻ്റെ ചിലപ്പോൾ അതിൻ്റെ ഫോക്കസ് മാറും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അന്ന് അങ്ങനെയുള്ള സംഗതികൾ അത് ഒരുപാടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വായനകൾ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ ഒരു ഫോക്കസ് മാറുന്നു. പിന്നെ അതായിരിക്കാം പ്രധാനമായിട്ട് നമ്മളത് ഉൾപ്പെടുത്താതിരിക്കുന്നതിൻ്റെ ഒരു കാരണമെന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിനൊരു സീക്വൽ എന്ന് പറയുന്ന ഒരു ബുക്ക് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരു അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഉള്ളടക്കം വരുന്നത്? രണ്ട് തരത്തിൽ ആലോചിക്കാം. ഒന്ന്, ഈ പറഞ്ഞ പോലെയുള്ള പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ള വായനകളും അതിൻ്റെ ആലോചനകളും ഒക്കെ സമാഹരിക്കുന്ന രീതിയിൽ, അത് യൂറോപ്യൻ മാത്രമല്ല പുറത്തുള്ള പല മൂവ്മെൻറ്റുകളും വരുമ്പോൾ അങ്ങനെ ആലോചിക്കാവുന്നതാണ് ഒരു രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഇതിലിപ്പോഴും ഒരു ഇപ്പോൾ അതിലെ പ്രധാനപ്പെട്ട വായനകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ദരിദ്രയുടെ മാർക്സിൻ്റെ ഭൂതം, സ്പെക്ടേഴ്സ് ഓഫ് മാർക്സ്, അതുപോലെ ഇതൊക്കെ കഴിഞ്ഞിപ്പോൾ എത്രയോ കുറേ പുതിയ വായനകൾ വന്നിട്ടുണ്ട്. അതെ, ഇപ്പം തന്നെ ഗ്രൂണ്ടറിസെ പറ്റിയുള്ള ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു പഠനമാണ് സത്യത്തിൽ. അതുപോലെ ഡേവിഡ് ഹാർവേയുടെ പുസ്തകം, അതുപോലെ നെഗ്രിയുടെ ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. പിന്നെ ഈ അകമ്പനെ പോലുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും ഈ കോണ്ടിനെൻ്റൽ വേൾഡിൽ വളരെ സജീവമായിട്ട് നടക്കുന്ന സംഗതിയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇതിനെയൊക്കെ എൻഗേജ് ചെയ്യുന്ന രീതിയിലേക്ക് അത് പോകാൻ പറ്റും. പിന്നെ വേറൊന്നൊരു സാധ്യത എന്ന് പറയുന്നത് ഈ പ്രയോഗത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ എന്താ പറയുക, നമ്മൾ വേണമെങ്കിൽ അപ്ലൈഡ് മാർക്സിസം എന്ന് പറയുന്ന അതിൻ്റെ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നോക്കുന്ന അത്. പക്ഷേ ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് പലരും നോക്കിയിട്ടുണ്ട്. ആ രീതിയിൽ അങ്ങനെ മൂന്ന് സാധ്യതകളാണ് ഞാൻ കാണുന്നത്. വേണമെങ്കിൽ നമുക്കൊരു കേരളീയ പരിസരത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പരിസരത്ത് നിന്ന് നമ്മൾ ഇതിൻ്റെ ഒരു ചിന്താ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള ഒരു വർക്കിൻ്റെ സാധ്യതകൾ എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും അതുണ്ട്. പക്ഷേ എത്രത്തോളം അതിനുള്ള റിസോഴ്സസ് ഉണ്ട്? ഇപ്പോൾ മാർക്സിൻ്റെ ഒരു സങ്കല്പന സാമഗ്രികളെ എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള ആ പഠനങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ജോഗ്രഫി വളരെ പ്രധാനമല്ല. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണോ വേറൊരു സ്ഥലത്താണോ എന്നുള്ളത് അത് വേറൊരു പ്ലെയിനിൽ നടക്കുന്നൊരു സംഗതിയാണ്. നമ്മൾക്ക് അതിനെ നമ്മൾ വേറെ രീതിയിൽ ആലോചിക്കുമ്പോൾ മാത്രമേ ഇപ്പോൾ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ കേരളം എന്നൊക്കെ നമ്മുടെ ഒരു കൺസേൺ ആയിട്ട് തന്നെ വരുന്നുണ്ടാവുള്ളൂ, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന് ആ ഒരു പ്ലെയിനിലാണ് ഈ പുസ്തകം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനെ ഗ്രൗണ്ട് ചെയ്തിട്ടില്ല. അത് എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സങ്കല്പനങ്ങൾ മാത്രമാണ് അതിൻ്റെ പ്രശ്നം. നേരെ വെച്ചാൽ അതിനെ ഈ പറഞ്ഞ പോലെ ഭൂമിയിൽ ഉറപ്പിക്കുമ്പോൾ അത് ഏത് ഭൂമിയാണ്, ഏത് സ്ഥലമാണ്, അത് കേരളമാണോ, അത് പ്രയോഗത്തിൻ്റെ കോണ്ടെക്സ്റ്റും ഒക്കെ പ്രധാനമായി വരുന്ന രീതിയിൽ അതിനെ ഉറപ്പിക്കുമ്പോഴാണ് ചിലപ്പോൾ ഇങ്ങനത്തെ കൺസേൺസ് പ്രധാനമായിട്ട് വരാൻ തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു അത് വേറൊരു ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യമാണോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം വരുന്നത്. ഇതിനെപ്പറ്റി വിമർശനം വന്നപ്പോഴും ഞാൻ അതാ പറഞ്ഞു. അത് വളരെ പ്രധാനമാണ്. പക്ഷെ എല്ലാ പ്രധാനമായതും ഒരെണ്ണത്തിൽ വരണം എന്നില്ല, വേറെ ആൾക്കും ചെയ്യാവുന്ന ഒരു സാധനമാണ്. അല്ല, ഞാനിത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എക്കോളജിക്കൽ മാർക്സിസത്തിൻ്റെ ഒരു പ്രധാന സംഭവം പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനത്തിലാണ് മാർക്സ് വളരെ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവ് വരുന്നത്. മറ്റേ ഇതിൻ്റെ റപ്ചർ എന്നെല്ലാം പറയുന്ന ആ സംഭവങ്ങളുമായിട്ട് വരുന്നത്. അപ്പോൾ ആ നിലയിൽ തന്നെ അത് തത്വചിന്താപരമായിട്ട് പോലും പുതിയ തരത്തിലുള്ള ട്രിഗറുകൾ ഉണ്ടാക്കുന്നില്ലേ? അങ്ങനെയുള്ള റീഡിങ്ങുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വർക്കുകൾ അങ്ങനെ മധുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഗ്ലോബലി അങ്ങനെ ഒരുപാട് ഒരുപാട് ഇതുണ്ട്. ഇപ്പം ഈ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഈ രീതിയിലുള്ള പഠനങ്ങളാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതെ, അത് ഈ പറഞ്ഞ പോലെ ഈ കോണ്ടിനെന്റൽ ഇതിന് പുറത്തും ഈ അനലിറ്റിക്കൽ മാർക്സിസ്റ്റുകളും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എനിക്ക് പ്രത്യേകം മറ്റേ കൊഹിയോ സൈറ്റോ എന്ന് പറയുന്ന ജാപ്പനീസ് എക്കോളജിക്കൽ മാർക്സ്, അങ്ങനെ മറ്റേ മാർക്സിന്റെ എക്കോളജിക്കൽ നോട്ട്സ് തന്നെ ഒരു പുസ്തകമാക്കി അദ്ദേഹം ഇറക്കുന്നുണ്ട്. അതുണ്ട്, അത് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ശരിയാ, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുമില്ല.
അത് എത്രത്തോളം മാർക്സിൽ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്ക്. അതിപ്പം ഇതില് മധുവിന്റെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഇപ്പം AI പോലുള്ളൊരു സാധനം വരുമ്പോഴത്തേക്ക് മാർക്സിന്റെ ഈ കൺസെപ്റ്റ് ലേബറും വാല്യൂവും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന അതുണ്ടാക്കുന്ന വെല്ലുവിളികള് തീർച്ചയായിട്ടും അതിപ്പം മാർക്സിന്റെ ഇപ്പം മെഷീൻ എന്നുള്ള ഒരു ഇത് എടുക്കുകയാണ്. മെഷീനാണല്ലോ ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഫിലോസോഫിക്കൽ പ്രോബ്ലം തന്നെ മെഷീനായിരിക്കുന്നത് ഞാൻ പറയാം. കാരണം എങ്ങനെയാണ് ഇത് മെഷീൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെയല്ലാതെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, ഒരു ചിന്തയും നടക്കില്ല. അപ്പം മെഷീൻ എന്നുള്ളത് മാർക്സിനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് മാർക്സ് ആൻഡ് മെഷീൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ മാർക്സ് ഓഫ് കോഴ്സ് മാർക്സ് ഈ മെഷീനെ പറ്റി യന്ത്രത്തെ പറ്റി ഒരുപാട് സംസാരിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള അതെ അതെ മറ്റേ അത് ഫാക്ടറി മോഡലാണ്, ഇൻഡസ്ട്രിയൽ ആ മോഡലുള്ളൊരു മെഷീനാണ്. ഇപ്പം ആ മെഷീൻ ഒരുപാട് മാറി. ഇപ്പം മെഷീൻ എന്ന് പറയുന്നത് വേറെ ഒരു രീതിയിലൊക്കെ മാറി. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഇപ്പം നമുക്ക് ആ ലേബറിനെ കുറിച്ചോ ബോഡിയെ പറ്റിയോ ലേബർ പവറിനെ കുറിച്ചോ സമയത്തെക്കുറിച്ചോ ലേബർ ടൈം എന്ന് പറയുന്ന അധ്വാന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യലി നെസസറി ആയിട്ടുള്ള ലേബർ എന്ന് പറയുന്നത് വിശ്രമം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഇതൊക്കെ പറയുന്നത് മാർക്സിന് തീരെ അപരിചിതമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ പറയാം മൂലധനത്തിലെ 10ാമത്തെ അധ്യായത്തിലുള്ള തൊഴിൽ ദിനം അല്ലെ വർക്കിംഗ് ഡേ എന്ന് പറയുന്ന ആ ചാപ്റ്റർ ഏറ്റവും പ്രധാനമെന്നാണ് ഞാൻ സത്യത്തിൽ വിചാരിക്കുക. കാരണം അതിനാണ് ഇതിൻ്റെ മുഴുവൻ കോംപ്ലക്സിറ്റി മാർക്സ് പറയുന്നത്. എങ്ങനെയാണ് ഒരു ദിവസത്തെ ഒരു തൊഴിലാളിയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ കാപ്പിറ്റലിൻ്റെ മുഴുവൻ വൈരുദ്ധ്യങ്ങളും അടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സമയമാണ് പുള്ളി അതിൽ പ്രധാനമായിട്ട് കാണുന്നത്. നോക്കിയിട്ട് അറിയില്ല ഈ ഐസൻസ്റ്റൈൻ ഒരു സിനിമ മൂലധനത്തെക്കുറിച്ച് സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നോട്ട് ഉണ്ട്, ചില ഡയറി കുറിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി പ്രധാനമായിട്ട് ഈ ഫാക്ടറി ആണ് സങ്കല്പിച്ചിട്ടുണ്ടാവുക. വിഷ്വലി അത് കാണിക്കാവുന്ന ഫാക്ടറി ആണല്ലോ അന്ന് ക്യാപിറ്റലിനെ കാണിക്കാവുന്നൊരു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ഒരു ചാപ്റ്റർ ആയിരിക്കും, ആ ചാപ്റ്റർ ആയിരിക്കും അതിൻ്റെ വിശ്രമം എന്ന് പറയുന്നതാണല്ലോ പ്രധാനം. ഇപ്പോൾ വിശ്രമം എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം തന്നെ മാറിയില്ലേ? വിശ്രമം ഫുള്ളി കമ്മോഡിറ്റൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സാധനം അതായി മാറി. അതെ. അപ്പോൾ ടൈമിനെ പറ്റിയുള്ള മാർക്സിൻ്റെ ഉത്കണ്ഠകളും ഒക്കെ കംപ്ലീറ്റ് മുഴുവൻ മാറിക്കഴിഞ്ഞ ഒരു സമയത്ത് നമ്മൾ ഓഫ്കോഴ്സ് അത് മാർക്സിൽ നിന്ന് നോക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം ചൂഷണത്തിൻ്റെ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഏത് തിങ്കിങ് മെഷീനെ പറ്റി ആലോചിക്കുമ്പോഴും ക്യാപിറ്റൽ ഇല്ലാതെ നമുക്ക് ചിന്തിക്കാം. ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് അതിൻ്റെ ലോജിക്. അത് ഈവൻ ഇപ്പം AI കുറിച്ചിട്ട് പറയുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ChatGPT കുറിച്ച് പറയുമ്പോഴും അതിൽ ഈ പറയുന്ന ഒരു എലിമെന്റ് വരുന്നുണ്ട്. കാരണം ChatGPTയുടെ ഈ ലേബലിംഗ് ചെയ്യണത് മുഴുവൻ 3-4 ലോക രാജ്യത്താണ്. ബാക്കി അതിന്റെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് നമ്മൾ കാണുന്ന ടെക്നോളജി ആയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിന്റെ ബാക്കിലുള്ള ഈ ഒരു വലിയ എന്താണ് സെറ്റ് ലേബർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പറയുന്ന ഒരു സാധനത്തെ അപ്പൊ അവിടെ എല്ലാം മാർക്സ് വരുന്നുണ്ട്, പറയുന്ന ചൂഷണം വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ മാർക്സിന്റെ ഈ പറഞ്ഞ യന്ത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്നും ഒരുപാട് മുന്നോട്ട് പോയാലേ നമുക്ക് മാർക്സിനെ തന്നെ തിരിച്ചു വരാൻ പറ്റും. കാരണം വെച്ചാൽ അത് അത്രയും മാറിയിട്ടുണ്ട്. ആ മെഷീന്റെ മോഡൽ തന്നെ മാറിയിട്ടുണ്ട്. ആ മെഷീനേ അല്ല ഇത്. അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് പ്രയോഗം ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ മെറ്റീരിയാലിറ്റി മുഴുവൻ മാറിയിട്ടുണ്ട്. അതെ. പിന്നെ ഈ പറഞ്ഞ ഈ ജോലി സമയത്തെക്കുറിച്ചുള്ള മാർക്സിന്റെ കൺസേൺസ് അതൊക്കെ പുതിയ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺസ് ആണ് സത്യം. പക്ഷെ പുതിയ രീതിയിൽ അതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന സംഗതി, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അധ്വാനത്തിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ അത് പഴയ രീതിയിലുള്ള പ്രഷറല്ല, അതിനൊക്കെ വലിയ പ്രഷറാണ് വരുന്നത്. മൂലധനത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് അത് സോഫ്റ്റ് ആയിട്ടുള്ള ഇതിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പം നമ്മുടെ ഒരു ആത്മഹത്യ നടന്നതൊക്കെ പറയുന്നത്. അതെ. ആ നിലയിൽ എങ്ങനെ നമ്മൾ അതിലേക്ക് നമ്മുടെ ഈ സംഭവം നമ്മൾ തന്നെ തിരിച്ചറിയുന്നില്ല. തീർച്ചയായിട്ടും ഈ സമയം എന്ന് പറയുന്നത് ഈ വർക്കിംഗ് ഡേ എന്ന് പറയുന്ന മാർക്സിന്റെ ഈ ചാപ്റ്ററിൽ ക്യാപിറ്റലിന്റെ ചാപ്റ്ററിലെ വർക്കിംഗ് ഡേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സാധനങ്ങൾ. ഒരു പ്രവൃത്തി ദിവസം എന്ന് പറയുന്ന ഇന്നത്തെ രീതിയിൽ നോക്കുന്നത് എങ്ങനെയായിരിക്കും? ഞാനിപ്പം ഈ മറ്റേ ഏൺസ്റ്റ് മാൻഡലിനെ പോലെയുള്ളവര് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ഇങ്ങനെ പറയാം, 1970s തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഈ 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിലെ കൺസെപ്റ്റാണ്. ഈ ഓട്ടോമേഷൻ്റെയും മറ്റേയും കാലത്ത് 8 മണിക്കൂർ ജോലിയുടെ കാര്യമില്ല, അവനൊക്കെ 4 മണിക്കൂറൊക്കെ മതി ജോലി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ആർട്ടിക്കുലേഷൻ പക്ഷേ സാധ്യമാവും. അങ്ങനത്തെ പഠനങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ബോഡിയെ പറ്റിയുള്ള സങ്കല്പം എങ്ങനെയാണ് മാറുന്നത്. ഇപ്പോൾ മെഷീൻ വരുന്നതോടുകൂടി ബോഡിയും അധ്വാനവും തമ്മിലുള്ള, ശരീരവും അധ്വാനവും തമ്മിലുള്ള ബന്ധം, സമയവും അധ്വാനവും തമ്മിലുള്ള ബന്ധം, ഇതെങ്ങനെ മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്.
അതുപോലെ സർവീസ് എന്ന് പറയുന്ന സംഗതി. ഇപ്പം ചരക്കുൽപാദനത്തിൻ്റെ പ്രശ്നങ്ങളാണ് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കമോഡിറ്റി എന്നുള്ള സംഗതി തന്നെയാണല്ലോ. ഇപ്പോൾ കമോഡിറ്റി എന്നുള്ളത് ഇല്ലാതെ തന്നെ ഇപ്പോൾ നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പോൾ നേഴ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്, എന്ത് തരത്തിലുള്ള അധ്വാനമാണ് അത്, അതിലെന്ത് കമോഡിറ്റിയാണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനത്തെ അധ്വാനം പ്രധാനമായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കമോഡിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും നമ്മൾ. ആ കമോഡിഫിക്കേഷൻ്റെ രൂപം മാറേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് സത്യത്തിൽ ഒരു പുസ്തകം മുഴുവൻ വേണമെങ്കിൽ അത് ചെയ്യാതെ യന്ത്രവും മാർക്സും എന്നുള്ള ഒരു ഇതിൽ ചിലപ്പോൾ ആലോചിക്കാവുന്ന ഒരു പുസ്തകമാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മധു സൂചിപ്പിച്ചൊരു സാധനമുണ്ട്, ഈ ഭാഷയുടെ ഒരു സാധനം. ഭാഷ ആ നിലയിൽ ക്ലിഷ്ടവും അല്ലെങ്കിൽ ദുർഗ്രഹവും ആവുന്ന ഒരു സംഭവം. അത് ഒന്ന് ഈ പുതിയ സംഭവങ്ങൾ പറയാവുന്നത് പലപ്പോഴും നമ്മൾ പഴയ ഭാഷയിലാവുന്നതിൻ്റെ പ്രശ്നമുണ്ടോ? അത് തത്വചിന്തയുടെ ഒരു ലെവലിൽ നിന്ന് എങ്ങനെയാണ്, പിന്നെ എഴുത്തിൻ്റെ ലെവലിലും എങ്ങനെയാണ്? പ്രത്യേകിച്ച് മധുവെല്ലാം മലയാളത്തിൽ എഴുതുമ്പോഴത്തേക്കും. അതെ 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 അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ ഇപ്പം മാർക്സിൻ്റെ ലിറ്ററേച്ചർ തന്നെ, മാർക്സ് എഴുതിയിട്ടുള്ള സംഗതി തന്നെ മലയാളത്തിൽ വന്നിട്ടുള്ളത് മലയാളം ഉപയോഗിച്ച ഭാഷ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിഷ്ടമായിട്ടുള്ള ഭാഷയല്ല. അപ്പം ക്യാപിറ്റൽ ആദ്യമായിട്ട് പരിഭാഷപ്പെടുത്തി വന്നല്ലോ. അപ്പോൾ ആദ്യം മുഴുവൻ വന്ന് അതിൻ്റെ ഭാഷ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് എത്രയോ അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ഇവരും പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ വൈരുദ്ധ്യാത്മക, ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞ് തീരെ മലയാളമല്ലാത്ത വാക്കുകൾ കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിങ്ങനെ വായിച്ച് നമ്മുടെ പിന്നെ എന്താ പറയുക, നാടനായി മാറിയ ചില വാക്കുകളുണ്ട്. ബൂർഷ്വാ, ചരക്ക് എന്ന് പറയുന്ന വാക്കൊക്കെ വെച്ചിട്ടാണ് ഇവരൊക്കെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ മാത്രമേ ചിലപ്പോൾ ഒരു സൈദ്ധാന്തികമായ ഒരു 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 സംവാദത്തിന്, വായനകൾക്ക് ഈ പദങ്ങളില്ലാതെ പറ്റില്ല. വാക്കുകൾ മാത്രം പോരല്ലോ, പദങ്ങൾ തന്നെ വേണം, തിയററ്റിക്കൽ ടേംസ് തന്നെ വേണം. അപ്പോൾ അതിനെപ്പോഴും എന്തായാലും ക്ലിഷ്ടമായിരിക്കും അത് പിന്നെ നിവൃത്തിയില്ല നമ്മൾ. പിന്നെ പരമാവധി അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഒരു വളരെ ഡ്രൈ ആയിട്ടത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ. അതെ അതെ പ്രത്യയശാസ്ത്രം എന്നുള്ള വാക്ക്, ഐഡിയോളജിക്ക് പ്രത്യയശാസ്ത്രം എന്നുള്ള വാക്ക് തന്നെ അത്ര ശരിയാണോ എന്നുള്ള കാര്യം സംശയം. അങ്ങ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഏത് ഡിസ്കോഴ്സും ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഇതിൻ്റെ ഒരു അവസാനത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പം വീണ്ടും ഞാനിപ്പം ഇത് വരുന്നത് നമ്മുടെ മലയാളത്തിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിൻ്റെയോ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ തരത്തിലുള്ള ഒരു സൈദ്ധാന്തിക തലങ്ങൾ നമ്മൾ രൂപപ്പെടുത്തുക. അതിപ്പോൾ ഒരു മാർക്സിൻ്റെ ഒരു പ്രയോഗത്തിൻ്റെ നിലയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലയിലോ, അല്ലെങ്കിൽ ഈവൻ ഒരു ജ്ഞാന ഇതിൻ്റെ നിലയിൽ തന്നെ അത് എന്തെല്ലാം തരത്തിലാണ് അത് മുന്നോട്ട് പോകാനുള്ളത്? അങ്ങനെ പലരും പറയാറുള്ളൊരു ഇതിപ്പം മലയാളത്തെ വിജ്ഞാന ഭാഷയാക്കി മാറ്റുക എന്നുള്ള ഒരു പലരും മുന്നോട്ട് വയ്ക്കുന്നതാണ്. വളരെ പ്രധാനമാണത്. എന്ന് പറഞ്ഞാൽ ഈ വൈജ്ഞാനിക മേഖലകളിലുള്ള മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നൊരു ഭാഷയായിട്ട് മലയാളത്തെ മാറ്റാൻ. പക്ഷെ ചിലപ്പോൾ അതിനേക്കാൾ പ്രധാനമായിരിക്കും ചിന്തിക്കുന്ന ഒരു ഭാഷ, ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാക്കിയിട്ട് മലയാളത്തിനെ മാറ്റാൻ. പിന്നെ വൈജ്ഞാനിക ഭാഷ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞ പോലെ വിജ്ഞാനം ഓൾറെഡി ഉൽപ്പാദിപ്പിക്കപ്പെട്ട സംഗതിയെ നിങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അതിന് പറ്റുന്ന രീതിയിൽ മലയാളത്തെ മാറ്റുക എന്നതാണ്. നമ്മൾ ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം മലയാളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ ശ്രമങ്ങളിലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ ചെയ്യുന്നത് ചിന്തയെ പരിചയപ്പെടുത്തലോ അതിനെ മലയാളത്തിലാക്കലോ, നേരെ മറിച്ച് നമുക്ക് ചിന്തിക്കാൻ എന്തോ ഒരു പ്രയാസമുള്ള പോലെയാണ്. ദിലീപ് രാജൊക്കെ എല്ലാവരും പറയുന്നത് സാറ് പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ചിന്തിക്കാൻ, അങ്ങനെയുള്ളതിനെ എനേബിൾ ചെയ്യുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പഠന സമ്പ്രദായം നമുക്കില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. അപ്പം യൂറോപ്പിൻ്റെയൊക്കെ കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചിന്തിക്കാനുള്ളൊരു പരിശീലനം എന്ന് പറയുന്നത് അവരുടെ ഒരു പെഡഗോഗിയുടെ ഭാഗമായിട്ട് ചെറുപ്പം മുതലേ ഉണ്ടാവും. ഇപ്പം ഭാഷ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെ, ഗ്രാമർ പഠിപ്പിക്കുന്ന പോലെ തന്നെ ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളൊരു സാധനമുണ്ട്. എങ്ങനെയാണ് ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പലപ്പോഴും പല യൂറോപ്പിലുള്ള പല ഇതിനെന്ന് വെച്ചാൽ ഈ ലോജിക്കൊക്കെ വളരെ പ്രധാനം, ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ എങ്ങനെ ഒരു കാര്യം ആർഗ്യൂ ചെയ്യും, എങ്ങനെ ഒരു കാര്യം നിങ്ങൾ, അത് ആ രീതിയിലുള്ളൊരു മാറ്റം മലയാളത്തിൻ്റെ ഈ പാഠ്യക്രമങ്ങളിലെയോ അല്ലെങ്കിൽ പാഠ്യ പരിഷ്കാരങ്ങളിലൊന്നും അങ്ങനെ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും. അത് വളരെ പ്രധാനമായിരിക്കും. ഏത് തരത്തിലുള്ള, അത് മാർക്സിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഏത് തരത്തിലുള്ള ജ്ഞാന ഉൽപ്പാദനത്തിനും
ഇത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടവരല്ല, നമ്മൾ ആരോ ചിന്തിച്ചത് പറയേണ്ട ആൾക്കാരാണ് എന്നുള്ള അത് വളരെ ഒരു തരം. അത് പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ ഒരു സംഭവം ഈ പുതിയ ടെക്നോളജി അല്ലേ, ഇപ്പം മൊബൈൽ ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളിലൂടെ വരുമ്പം അത് കൊണ്ടുവരുന്ന ഒരുപാട് സൗകര്യങ്ങളുള്ളപ്പം തന്നെ അത് നമ്മുടെ ഒരു വലിയതായിട്ടൊരു എല്ലാത്തിനെയും ട്രിവൈലൈസ് ചെയ്യുന്ന ഒരു സംഭവത്തിലൂടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഒരുപക്ഷെ ഇതിനെ ഇപ്പം പുതിയ തരത്തിലുള്ള ഈ പരിശീലനത്തിനൊക്കെ ഇത് വളരെ ഉപകാരമായിരിക്കും. പക്ഷെ ആ നിലയിലൊന്നും ഇത് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളത്. അതെ 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 ടെക്നോളജി ആയിട്ടുള്ള എൻകൗണ്ടറിന് അതെ 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 അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അത്. ഞാനത് പെട്ടെന്ന് ഇപ്പം സത്യത്തിൽ ഈ പറഞ്ഞ നമുക്ക് ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പാഠ്യ പദ്ധതികളും അത്ര പഴയ കാലത്തിൻ്റെ അത്രയും ആവശ്യമില്ലാത്തൊരു കാര്യമല്ല ഇപ്പം. എന്താ വെച്ചാൽ സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിനേക്കാൾ വലിയ സ്കോളർ ഇല്ല ഇപ്പോൾ. ഇല്ല, നിങ്ങൾക്ക് ഏത് കാര്യവും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അറിവിൻ്റെ ഒരു മേഖലയായിട്ട് വിദ്യാഭ്യാസമൊക്കെ ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും അത് അങ്ങനെ നിൽക്കുക, ചിന്തയുടെ മേഖലയായിട്ടല്ല. അത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഇൻഫർമേഷനെ നമ്മൾ അറിവായിട്ട് തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ ജ്ഞാനമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു സാധനം അവിടെയാണെന്ന് തോന്നുന്നു ഈ ചിന്ത. തീർച്ചയായിട്ടും അതാണ്. ഇപ്പം ഞാൻ ഇപ്പം പറയാറുണ്ട്, ഇപ്പം പ്ലേറ്റോനെ പറ്റി ഞാൻ എൻ്റെ ക്ലാസ്സിൽ എന്നൊക്കെ കൂടുതൽ എൻ്റെ ഡേറ്റ അവർക്ക് അവൈലബിൾ ആണ്. പ്ലേറ്റോനെ പറ്റിയുള്ള ഇഷ്ടം പോലെ ലെക്ചേഴ്സ്, യൂട്യൂബ് ലെക്ചേഴ്സ്, മുഴുവൻ എഴുത്തുകൾ, പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെ ഒരു വിരൽത്തുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള പൊട്ടൻഷ്യലി അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം സത്യത്തിൽ പാണ്ഡിത്യം ഞാൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ആവശ്യമില്ലാത്തൊരു സംഗതിയായിട്ട് ക്ലാസ്സിൽ ഡെലിവർ ചെയ്യേണ്ട ഒരു സാധനമല്ല. സ്കോളറെ അല്ല, തിങ്കറെയാണ് ഇപ്പോൾ വേണ്ടത്. നിങ്ങൾ ഒറിജിനലി എന്ത് പറയുന്നു എന്നുള്ളതാണ് അവിടെ പ്രധാനമാവുന്നത്. അല്ലെങ്കിൽ മുഴുവൻ ഗൂഗിളിലുള്ളൊരു സാധനമാണ് അല്ലേ? അത് വളരെ പ്രധാനപ്പെട്ട. ഇപ്പോൾ ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്നതിന് ഒരു പ്രയാസവും വേണ്ട. അതിന് ഒരു എന്ന് പറഞ്ഞാൽ അത് വളരെ വേണ്ട, എല്ലാവരും അത് ഒഴിവാക്കണം എന്നല്ലേ പറയാറ്. ഞാൻ പറഞ്ഞാൽ അത് ഉപയോഗിക്കണം എന്നാണ്. അത് ഉപയോഗിക്കാതിരിക്കുന്നത് കാരണം ലോകത്തുള്ള വിജ്ഞാനം മുഴുവൻ അത് പല രീതിയിൽ അതെങ്ങനെ ക്രിട്ടിക്കലി ഉപയോഗിക്കാന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത്. അതെ. അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി വരുന്ന സാധനത്തിനെ അതെങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ അത് നമ്മുടെ എന്താ പറയുന്ന ഒറിജിനാലിറ്റി എവിടെയാണെന്നുള്ളത്. അതെ, അതാ ഞാൻ പറഞ്ഞത്. അതെ. ഞാനിപ്പോൾ കഴിഞ്ഞ ഇതിലൊരു ഇത് പറഞ്ഞു, ഈ ടീച്ചർ ഇസ് ഡെഡ് എന്ന് പറയുന്ന ഒരു ടീച്ചർ ആവശ്യമില്ലാത്തൊരു സാധനം. ടീച്ചർ എന്തിനാ ഈ നന്നായിട്ട് ഗൂഗിളിലും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന സ്റ്റുഡൻറ്റിന് ടീച്ചർ ആവശ്യമില്ല. അത് എത്ര വലിയ പണ്ഡിതനാണ് നിങ്ങളെങ്കിൽ അതിനേക്കാൾ പാണ്ഡിത്യം അവർക്ക് ഈസിലി അവൈലബിൾ. അതാണ് ഇപ്പം ഞാനത് ഒരു ആർട്ടിക്കിൾ വായിച്ചിരുന്നു. അമേരിക്കയിലെ മറ്റേ ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസിലെ പ്രൊഫസർമാർ പറയുന്നത് അവരുടെ കുട്ടികൾ അവർക്കൊരു 10 മിനിറ്റ് പോലും അവരുടെ അറ്റൻഷൻ സ്പാൻ നിൽക്കുന്നില്ല. ഇവര് 3 മണിക്കൂറൊക്കെ അധ്വാനിച്ച് വന്ന സാരം പറയുമ്പോഴത്തേക്ക് അവര് തന്നെ പറഞ്ഞു, അവര് സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കുമ്പോഴത്തേക്ക് അവരോട് പറഞ്ഞ് ഞങ്ങൾ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ വി ആർ അവേ ഫ്രം ദ ക്ലാസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് ടീച്ചർ ഈസ് ഡെഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചലഞ്ചാണ്. ടീച്ചിങ്ങിന്റെ ഏറ്റവും വലിയ ചലഞ്ചാണ് അത്. നിങ്ങൾക്ക് എങ്ങനെ ഇനി ജീവിക്കാം എന്നുള്ളത്. കാരണം അധ്യാപകൻ ചിന്തിക്കാൻ നിർബന്ധിതരാവുന്ന ചലഞ്ച് അത്. ഇല്ലെങ്കിൽ അയാള് ഇല്ല, പിന്നെ അവർ ആരുടെ മുമ്പിലും അയാൾ. കേരളത്തിലെ അധ്യാപകരുടെ ഏറ്റവും വലിയ പേടി അതായിരിക്കും. എക്സാക്ട്ലി, ഞാനതാ ചിന്തിക്കാതെ പറ്റില്ല ഇനിയിപ്പോ നിങ്ങൾ എന്തെങ്കിലും ആ രീതിയിൽ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പല ഇതിൻ്റെ സ്വഭാവം മാറുന്നുണ്ട് കുറേശ്ശെ. ഇപ്പം ഈ പറഞ്ഞ സ്കോളർഷിപ്പിന് ഇപ്പോൾ ഈ എന്താ പറയുക റൈറ്റിംഗ് ഈ രീതിയിലേക്ക് പല പ്രോഗ്രാംസ് മാറിയില്ലേ. പണ്ടത്തെ ഇപ്പം ക്രിയേറ്റീവ് റൈറ്റിംഗ് ഈ അതിൽ MA. അപ്പം നിങ്ങൾ വെറുതെ സ്കോളർഷിപ്പ് കൊടുക്കലല്ല, നിരൂപണം അന്ന ആൾക്കാർ നിരൂപണം ചെയ്തത്. ഇതല്ലാതെ നിങ്ങൾ എങ്ങനെ സ്വന്തം ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ് എങ്ങനെ ചെയ്യാം, അത് അത്ര എളുപ്പമല്ല. അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു സങ്കല്പമാണ് പ്രയോഗത്തിൽ വരുത്താൻ. പക്ഷെ അങ്ങനെ ക്രിയേറ്റീവ് ആയാൽ മാത്രമേ ഇനിയിപ്പോൾ നിൽക്കാൻ പറ്റൂ എന്നുള്ളതാണ് ടീച്ചേഴ്സ് തരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പം നമ്മളിതിൻ്റെ അവസാനം വരുമ്പം ഇനിയുള്ള കാലത്തെ മാർക്സ് വായനകൾ എങ്ങനെയായിരിക്കും പുരോഗമിക്കുക? വായനകളായിരിക്കും അതോ ഈ പറഞ്ഞ പോലെ ഇപ്പം മധുവിൻ്റെ ഇതിൽ പറയുന്നുണ്ടല്ലോ, ട്രിഗറിൽ മാർക്സിൻ്റെ ഇവിടെ പോകുമ്പോഴത്തേക്ക് മാർക്സ് നമ്മുടെ മുമ്പിലിരുന്ന് പറയുന്ന ഒരു ഫീലിംഗ്, അത് ഉണ്ടാക്കുന്ന ഒരു തരം ഭ്രമാത്മകത എന്ന് പറയുന്നത്. അത് എനിക്ക് ശരിക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് സത്യത്തിൽ. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പോലെ മാർക്സ്
ഉപയോഗിച്ചിരുന്ന മൂലധനം ഒക്കെ എഴുതിയത് ആ ചെയറിലാണ്. ആ ചെയർ ഇപ്പം അതേപടി അവിടെ ഉണ്ട്. അത് ഈ ട്രയറിൽ അവിടെ ഉണ്ടായിരുന്നു. അത് കാരണം വെച്ചാൽ ആ 200-ാം ജന്മ ശതാബ്ദി ആഘോഷങ്ങളുടെ ഒരു അതിൻ്റെ ഭാഗമായിട്ട് പ്രദർശനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെയർ അവിടെ ഉണ്ട്. അപ്പോൾ ചെയറിൽ ഇങ്ങനെ തൊടുമ്പോൾ നമ്മളുടെ ഉള്ളിലൂടെ ഒരു വിറയലിങ്ങനെ പോവും. അത് വലിയൊരു അപ്പോൾ അതിൻ്റെ മുമ്പിൽ മറ്റൊരു ചെയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാം. ചെറിയ ഒരു മൈക്ക് ചെവിയിൽ തരും. മാർക്സ് സംസാരിക്കുന്ന ഇങ്ങനെ കേൾക്കാം. ശരി, ഓക്കെ. അങ്ങനെ സീൻ ഉണ്ടാക്കിയിരിക്കുക അത്. അപ്പോൾ സത്യത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ മാർക്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണല്ലോ ഇപ്പോൾ നമ്മൾ എല്ലാവരും. അപ്പം നമ്മൾ ആ ഒരു എന്താ പറയുക, മാർക്സ് ഉണ്ടാക്കിയിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രകമ്പനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക അലയൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് മാർക്സ് ഇങ്ങനെ നമ്മുടെ മുമ്പിലിരിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്. ശരിക്കും എനിക്കുണ്ടായിട്ടുള്ള അനുഭവം. മാത്രമല്ല അവിടെ ചുമരിൽ മാർക്സ് കോട്ടിൽ തൂക്കിയിടുന്നൊരു വാച്ചില്ലേ, ചെയിനിലിങ്ങനെ, അതവിടെ അതേപടി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലിങ്ങനെ എന്നോ നിന്നു പോയിട്ടുള്ള കാലം ഇങ്ങനെ. അപ്പൊ അത് ഒരു പ്രത്യേക ഒരു ഇതായിപ്പോയി അന്നത്. ആ പട്ടണം ഇപ്പോഴും മാർക്സിനെ ഓർമ്മിക്കുന്നുണ്ട്. പിന്നെ ട്രാഫിക് സിഗ്നൽ വരെ മാർക്സാണെന്ന് ഞാൻ മാർക്സാണ് വഴി കാട്ടുന്നത്, മാർക്സാണ് സ്റ്റോപ്പ് പറയുന്നത്. നല്ലൊരു സിനിമാറ്റിക് മാർക്സ് ട്രാഫിക് സിഗ്നൽ. അതെ. പിന്നെ മാർക്സ് ഉപയോഗിച്ച ആ മാർക്സിന്റെ വീട് സത്യത്തില് ട്രയറിൽ വളരെ കുറച്ചു കാലം മാർക്സ് ഉണ്ടായിരുന്നു. ജനിച്ച് കുറച്ചു കാലം മാർക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ വീടും മാർക്സ് ആവുന്നതിന് മുമ്പുള്ള കാലത്ത്. അതെ, സത്യത്തിൽ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അതും കൂടി പറയാതിരിക്കും തോന്നും. ഇത്രയും അപ്പോൾ ലോക സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് രേഖകളുടെ ഒരു പ്രദർശനമായിരുന്നു അവിടെ നടന്നത്. ഞാനവിടെ മുഴുവൻ തപ്പിയിട്ടും കേരളത്തിനെ പറ്റിയുള്ള ഒരു പരാമർശമോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിനെ പറ്റിയുള്ളൊരു പരാമർശം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തി പോയി. അത് ഞാൻ ഈ മാർക്സ് ഇന്റർനെറ്റ് ആർക്കൈവ് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കുറഞ്ഞ സാധനം ഇന്ത്യ എന്നുള്ളതാണ്. അതിൽ ആകപ്പാടെ ഞാൻ കാണുന്ന ചാരുമേന്ദ്രന്റെ 8 ഡോക്യുമെന്റ്സ് ആണ്, അല്ലാതെ നമ്മുടെ വേറെ ഒരാളുടെയും വലിയൊരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ഇത് ഈ യൂറോപ്പിലെ ഈ രാജ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. മാർക്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നാട് കടത്തി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ജില്ലയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു താലൂക്കിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്ന അത്രയും സ്ഥലങ്ങളിൽ നടന്ന കാര്യങ്ങളുടെ ഒക്കെ ഡോക്യുമെന്റ്സ് ഉണ്ട്. പക്ഷെ ഇന്ത്യയെ പോലെ ഇത്രയും വലിയൊരു രാജ്യത്ത് കേരളം തന്നെ ആ രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ഒരു രാജ്യത്തിന്റെ അത്രയും ഉണ്ടല്ലോ യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും വെച്ച് നോക്കും. പിന്നെ നമ്മുടെ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് കൂടെ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ ഒരു 75 വർഷത്തെ പാർലമെന്ററി ലെവലിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെല്ലാം അസിമുലേറ്റ് ചെയ്യേണ്ട ഒരു ചരിത്രമാണ്. സത്യത്തിൽ അത് വലിയൊരു ഒരർത്ഥത്തിൽ ഷോക്കിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ കുറേ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്തു അവിടെ. അപ്പം അത് വളരെയധികം താങ്ക്സ്. നമുക്ക് ഇനിയും ഇതുപോലെ ഏതെങ്കിലും അവസരത്തിൽ കാണാം.